മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. വർഷം 2024 എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം 2024 പൊതു വർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയിൽ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റ് ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത്. ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ. 2024 മെയ് 1 ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഗുരു 2024 ഒക്ടോബർ 9 വക്രഗതിയിലാകുന്നതും പിന്നീട് 2025 ഫെബ്രുവരി 4 നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും. അങ്ങനെ ഏകദേശം 119 ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും 2024 ജൂൺ 30 വക്രഗതിയിലാകുന്നതും 2024 നവംബർ 15 വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ധനുരാശിക്കാർക്ക് ഈ വർഷം എന്തൊക്കെ ഫലങ്ങളായിരിക്കും ഗുരു നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുരു നിങ്ങളുടെ രാശ്യാധിപനും അതോടൊപ്പം സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരു മെയ് 1 വരെ നിൽക്കുന്നതായിരിക്കും. 5-ാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. 1-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആത്മധൈര്യത്തിലും പേഴ്സണാലിറ്റിയിലും വർധനവുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സ്വഭാവം എല്ലാവരാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ്. ഗുരു സുഖസ്ഥാനാധിപനുമാണ്. ഈ സമയത്ത് ഭൂമി, ഭവനം, വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും. പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ മറ്റുമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും. വീട്ടിലേക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും. മാതാവുമായി ബന്ധം സുദൃഢമാകുന്നതാണ്. ഫാമിങ്ങും മറ്റും ചെയ്യുന്നവരുടെ വരുമാനത്തിൽ വർധനവുണ്ടാകും. രാഷ്ട്രീയത്തിലുള്ളവർക്കിത് വളരെ അനുകൂല സമയമായിരിക്കും. ഈ വർഷം ഇലക്ഷനും മറ്റും നടക്കുന്നതിനാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസും മറ്റും വർദ്ധിക്കുന്നതും ഉയർന്ന സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും. ഇനി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ശനി താൻ നിൽക്കുന്ന സ്ഥാനത്ത് ഫലങ്ങളിൽ വർധനവുണ്ടാക്കുമ്പോൾ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ കുറവായിരിക്കും വരുത്തുന്നത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ മറിച്ചാണ്.
ഗുരു നിൽക്കുന്ന സ്ഥാനത്തെ ഫലങ്ങളിൽ ചിലപ്പോൾ കുറവ് വരുത്തുമെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വളരെ വർധനമുണ്ടാകുന്നതായിരിക്കും. ഗുരു 5-ൽ നിൽക്കുമ്പോൾ 5-ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലായിരിക്കും. ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. എങ്കിലും ഏപ്രിൽ മാസം വരെ ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും. കാര്യങ്ങളിൽ വലുതായ തടസ്സങ്ങൾ വരാൻ ഇടയാകത്തില്ല. യാത്രകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. മെയ് 1-ാം തീയതി ഗുരു രാശി മാറുമ്പോൾ ഇവിടെ ശനിയുടെ ദൃഷ്ടി മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ നിർണയിക്കുന്നതിന് സൂര്യൻ്റെ സ്ഥിതിയും നിർണായകമായിരിക്കും. പക്ഷേ ഭാഗ്യസ്ഥിതികൾ നല്ലതായാലും എന്ത് കാര്യത്തിലും വിജയം ലഭിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഇത് വളരെ ശുഭകരമായിരിക്കും. ഈ സമയത്ത് വരുമാനത്തിൽ വർധനവുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഇവിടെ ഓർക്കണം, ചിലവിൻ്റെ ഭാവമായ 12-ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതിനാൽ വരുമാനം കൂടുന്നതനുസരിച്ച് ചിലവുകളും വർദ്ധിക്കും. ഈ കാര്യം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലവുകൾ കഴിയുന്നതും കുറയ്ക്കണം എന്നാണ്. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി 1-ാം ഭാവത്തിൽ പതിക്കുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും വർധന ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. മെയ് 1-ാം തീയതി ഗുരു നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. 6-ാം ഭാവത്തിൽ ഗുരു അത്ര ശുഭഫലങ്ങളല്ലായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഒന്നിലും അലസത കാണിക്കുവാൻ പാടില്ല. അതുപോലെ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല പക്വത ഉണ്ടായിരിക്കണം. അശുഭ സമയമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ അശുഭ ഫലങ്ങളുടെ നല്ലൊരു ഭാഗം ശുഭഫലങ്ങളായി മാറുന്നതായിരിക്കും. കൊടുങ്കാറ്റും മറ്റും വരുന്നതിന് മുൻപ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് ചെയ്യേണ്ടത്. ജോലിസ്ഥലത്തും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനെയെല്ലാം വിവേകപൂർവം കൈകാര്യം ചെയ്താൽ കൂടുതലും പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നന്നായി ആലോചിച്ചും ജാഗ്രതാപൂർവവും വേണം ചെയ്യുവാൻ. ഇനി 6-ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ ദൃഷ്ടി 10-ഉം 12-ഉം 2-ഉം ഭാവങ്ങളിലായിരിക്കും പതിക്കുന്നത്. മെയ് മാസത്തിന് ശേഷം കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യുവാനോ ട്രാൻസ്ഫർ ലഭിക്കുവാനോ യോഗമുണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടാകുന്നതായിരിക്കും. 12-ാം ഭാവത്തിൽ ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ഒപ്പം പതിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകളിൽ ഗുരു കുറച്ച് കുറവുകൾ വരുവാൻ സഹായിക്കുന്നതായിരിക്കും. അഥവാ ചിലവുകൾ ഉണ്ടായാൽ പോലും അത് ധാർമ്മിക കാര്യങ്ങൾക്കും മറ്റ് പുണ്യകാര്യങ്ങൾക്കും വേണ്ടി ആയിരിക്കും. ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് പൈസ സേവ് ചെയ്യാനും ഉചിത സ്ഥാനത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സഹായിക്കുന്നതായിരിക്കും. വരുമാനത്തിൽ വർധന ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതുമായിരിക്കും. ഇനി ധനുരാശിക്കാർക്ക് ഈ വർഷം ശനിയുടെ പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. ശനി നിങ്ങളുടെ 2-ഉം 3-ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് ധൈര്യം, പരാക്രമം, സ്വഭാവം, കമ്മ്യൂണിക്കേഷൻ, യാത്ര, ഇളയ സഹോദരങ്ങൾ എന്നിവയുടെയൊക്കെ സ്ഥാനമായ 3-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഇവിടെ ശനി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ശനി വർഷം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ശനി ഏകദേശം 1 മാസം മൗഢ്യാവസ്ഥയിലും
140 ദിവസത്തോളം വക്രഗതിയിലും സഞ്ചരിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ശനിയുടെ പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ധനസ്ഥാനാധിപൻ ശുഭസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികളെ നന്നായി മാനേജ് ചെയ്യുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കും, പൈസ സേവ് ചെയ്യുവാൻ സാധിക്കും, കുടുംബത്ത് സ്ഥിതിഗതികൾ നല്ലതാകുന്നതായിരിക്കും, ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിൽ സമയം വളരെ അനുകൂലമായിരിക്കും, ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ ദൃഷ്ടി അമൃതിന് തുല്യമാണെന്നാണ് ജ്യോതിഷ വിദ്വാൻമാർ വർണ്ണിക്കുന്നത്. അതേസമയം ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കൂടുതലും നെഗറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി 5ാം ഭാവത്തിലും 7ാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലും 10ാം ദൃഷ്ടി ചിലവിൻ്റെ ഭാവമായ 12ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാനോ അലസത വരാനോ പാടില്ല. രക്ഷകർത്താക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. സന്താനപക്ഷത്തെക്കുറിച്ചും എന്തെങ്കിലും ആശങ്കകൾ വരാനിടയുണ്ട്. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, ദാമ്പത്യ ജീവിതം, ബിസിനസ്, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. ശനിയുടെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ താമസങ്ങളും തടസ്സങ്ങളും മറ്റും വരാൻ ഇടയാക്കും. അതിനാൽ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മപ്രധാനനായി അധികം പരിശ്രമം ചെയ്യുകയാണെങ്കിൽ അല്പം താമസിച്ചാണെങ്കിലും ശനി ഉചിത ഫലങ്ങൾ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. 12ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം. വരുമാനത്തിൽ കുറവ് വരുത്തില്ലെങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രാഹുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. രാഹു നിങ്ങളുടെ സുഖസ്ഥാനമായ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹു കേന്ദ്രസ്ഥാനത്ത് തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇവിടെ രാഹു കേന്ദ്രസ്ഥാനമായ 4ാം ഭാവത്തിൽ തനിയെയാണ് നിൽക്കുന്നത്. അതിനാൽ 4ാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളിലും വർധന ഉണ്ടാക്കുന്നതായിരിക്കും. കൂടാതെ ഇത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ രാശിയുമാണ്. ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. അതിനാൽ ഈ സമയത്തൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരാനിടയുണ്ട്. അതിനാൽ എന്ത് തീരുമാനങ്ങളും എടുക്കുന്നത് ധൃതി പിടിക്കാതെയും സാവധാനവും വേണം ചെയ്യുവാൻ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഇതാണ് വർഷം 2024 ധനുരാശിക്കാരുടെ പൊതു വർഷഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.